സോഷ്യൽ മീഡിയയിലൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് സെൽഫ് കെയറിന്റെ ഭാഗമായിട്ട് ഓയിൽ പുള്ളിങ് ചെയ്യുന്നത് കണ്ടിട്ട് ഒരുപാട് പേഷ്യൻസ് ഞങ്ങളോട് ഓയിൽ പുള്ളിങ്ങിന്റെ ബെനിഫിറ്റ്സ് എന്താണ് എന്നൊക്കെ ഡൗട്ട്സ് ചോദിച്ചു തരാറുണ്ട്. ആദ്യം തന്നെ ഞാൻ ഓയിൽ പുള്ളിങ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആയുർവേദം റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കൺവെൻഷണൽ ഓറൽ കെയർ മെത്തേഡാണ് ഓയിൽ പുള്ളിങ് എന്ന് പറയുന്നത്. കോക്കനട്ട് ഓയിൽ, സെസമി ഓയിൽ അതുപോലുള്ള ഓയിൽസ് അലോങ് വിത്ത് സം ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് വായിലേക്ക് എടുത്തതിന് ശേഷം വായിൽ സ്വിഷ് ചെയ്തിട്ട് തുപ്പിക്കളയുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ഓയിൽ പുള്ളിങ് എന്ന് പറയപ്പെടുന്നത്. പക്ഷേ ഈ സെൽഫ് കെയറിന്റെ ഭാഗമായിട്ടൊക്കെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുമ്പോൾ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ സെസമി ഓയിലാണ് അവർ ഓയിൽ പുള്ളിങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ സെസമി ഓയിൽ ഇറ്റ് സെൽഫ് തന്നെ വായിലെ ഓറൽ ടിഷ്യൂസിനെ ഹെൽത്തി ആക്കുന്ന ഘടകങ്ങൾ ഉണ്ട് എന്നാണ് അവരുടെ ഫോളോവേഴ്സിനോടൊക്കെ ഡീറ്റെയിൽ ചെയ്യുന്നത്. കുറച്ച് കൺഫ്യൂസിങ് ആണ്, ഇത് കേൾക്കുന്ന ആൾക്കാരിൽ വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഓയിൽ പുള്ളിങ്ങിലൂടെ നമുക്ക് കിട്ടും എന്ന് പറയപ്പെടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിലൊക്കെ അടങ്ങിയിട്ടുള്ള ലോറിക് ആസിഡ് പോലുള്ള കണ്ടൻസിന് ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് അത് ഡെന്റൽ ക്യാവിറ്റീസ് ഉണ്ടാക്കുന്ന സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ് എന്ന് പറയുന്ന ബാക്ടീരിയൽ ഗ്രോത്ത് എല്ലാം പ്രിവെന്റ് ചെയ്തുകൊണ്ട് ഡെന്റൽ ക്യാവിറ്റീസ് വരുന്നത് തടയുമെന്നും പ്ലേഗ് ഡെപ്പോസിറ്റ്സ് എല്ലാം പ്രിവെന്റ് ചെയ്ത് ഓവറോൾ ഗം ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുമെന്നും അതോടൊപ്പം തന്നെ സലൈവയുടെ ഫ്ലോ കൂട്ടിയിട്ട് ഡ്രൈ മൗത്ത് ഒഴിവാക്കും എന്നൊക്കെയാണ് ഇതിനെ ഓയിൽ പുള്ളിങ് റെക്കമെൻഡ് ചെയ്യുന്ന ചികിത്സാ ശാഖയിൽ പറയപ്പെടുന്നത്. മോഡേൺ മെഡിസിനിൽ ഗ്രൗണ്ടഡ് ആയ ഡെന്റിസ്ട്രി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡെന്റൽ പ്രാക്ടീഷണർ എന്ന നിലയ്ക്ക് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ റെക്കമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് കംപ്ലീറ്റ്ലി റിലേ ഓൺ സയൻറ്റിഫിക് എവിഡൻസ്. ഓയിൽ പുള്ളിങ് കൊണ്ട് ഈ പറയപ്പെടുന്ന ബെനിഫിറ്റ്സ് എല്ലാം നമുക്ക് ലഭിക്കും എന്നതിന് 100% ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കൺഫർമേറ്ററി സ്റ്റഡീസ് ഒന്നും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കാര്യത്തെ കൺഫേം ചെയ്യുന്ന ഒരു ക്വാളിറ്റി റിസർച്ച് സ്റ്റഡീസും ഇന്ന് നമ്മുടെ മുന്നിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഓയിൽ പുള്ളിങ്ങിലൂടെ നമുക്ക് കിട്ടുമെന്ന് പറയപ്പെടുന്ന ആ ഒരു ബെനിഫിറ്റ്സ് എല്ലാം ഡൗട്ട്ഫുൾ ആണ്. റുട്ടീനായിട്ട് ചെയ്യുന്ന ഓറൽ കെയർ, അതായത് ടൂത്ത് ബ്രഷിങ് ചെയ്യുക, അതുപോലെ ഡെന്റൽ ഫ്ലോസിങ്, റെഗുലർ ഡെന്റൽ ചെക്കപ്പ് പോലുള്ള കാര്യങ്ങൾക്ക് പകരമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഓയിൽ പുള്ളിങ്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. അത്രയും ക്വാണ്ടിറ്റിയിൽ ഓയിൽ നിറച്ചതിന് ശേഷം വായ സ്വിഷ് ചെയ്ത് തുപ്പിക്കളഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന ഒരു ആന്റി മൈക്രോബിയൽ ആക്ഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയെങ്കിലും അവിടെ കാണുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ഓയിൽ അവിടെ കൺസ്യൂം ആവും. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ബെനിഫിറ്റ്സ് കിട്ടും എന്നുള്ള കാര്യത്തിലും നമുക്ക് 100% ഉറപ്പ് പറയാൻ കഴിയില്ല. അതിന് വേണ്ടിയിട്ടുള്ള സയൻറ്റിഫിക് എവിഡൻസ് ഒന്നും പ്രൂവ് ചെയ്യുന്ന സ്റ്റഡീസ് ഒന്നും നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുമില്ല. അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന ടൂത്ത് ബ്രഷിങ്, പല്ലിനിടയിലുള്ള അഴുക്ക് വൃത്തിയാക്കാൻ വേണ്ടി ചെയ്യുന്ന ഡെന്റൽ ഫ്ലോസിങ്, റെഗുലർ ഡെന്റൽ ചെക്കപ്പ്, വേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ മൗത്ത് വാഷിൻ്റെ ഉപയോഗം, ഇതെല്ലാം ചെയ്യുന്നതിലൂടെ നമുക്ക് ഡെന്റൽ ക്യാവിറ്റീസ് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. ഓറൽ ടിഷ്യൂസ് എല്ലാം ഹെൽത്തി ആയിട്ട് വെക്കാൻ സാധിക്കും. അതെല്ലാം പ്രൂവൺ ആണ്, 100% പ്രൂവൺ ആണ്. ഈ വക കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പല്ലിന് ആരോഗ്യം ലഭിക്കുമെന്നും ഉറപ്പായിട്ടും ഈ വക കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്നുമുള്ളത് നമുക്ക് 100% റിലേ ചെയ്യാൻ പറ്റുന്ന ഫാക്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ പുള്ളിങ് ചെയ്യണമെന്ന് നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്, അതിൽ നിങ്ങൾക്ക് അത്രയും ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, റുട്ടീനായിട്ടുള്ള ഓറൽ കെയർ മെത്തേഡ്സിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരിക്കലും ഓയിൽ പുള്ളിങ് ചെയ്യരുത്. ഇത് കോംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓയിൽ പുള്ളിങ് ചെയ്യാം. ഒരിക്കലും റീപ്ലേസ് ചെയ്തുകൊണ്ട്, ബ്രഷിങ്ങിനെയും ഫ്ലോസിങ്ങിനെയും ഒന്നും റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഓയിൽ പുള്ളിങ് ചെയ്യരുത്. യു ക്യാൻ ഡു ഇറ്റ് ഇൻ കൺജങ്ഷൻ വിത്ത് ദാറ്റ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഓയിലിൻ്റെ ഇപ്പോഴത്തെ വിലയൊക്കെ കൺസിഡർ ചെയ്ത് ഓയിൽ വെറുതെ വായിലേക്ക് എടുത്ത് പുകപ്പിച്ച് കളയണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. താങ്ക് യു ഫോർ ലിസ്ണിംഗ്.